ലോക ചെസ്സിന്റെ തമ്പുരാൻ എന്ന് സംശയം കൂടാതെ വിശേഷിപ്പിക്കാൻ പറ്റുന്ന മാഗ്നസ് കാൾസന് ഒരു ഫേവറേറ്റ് ഓപ്പണിംഗ് ട്രാപ്പ് ഉണ്ട്. അതും സിസിലിയൻ ഡിഫൻസിനെതിരെ. എങ്ങനെയാണ് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. ഇവിടെ വൈറ്റ് E4 കളിക്കുമ്പോൾ ബ്ലാക്ക് C5 കളിക്കും. ഇതാണുള്ള സിസിലിയൻ ഡിഫൻസ്. വൈറ്റ് നൈറ്റ് F3 കളിക്കുന്നു. മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള ഒരു വേരിയേഷനാണ് സിസിലിയൻ്റെ ഇവിടേക്ക് നൈറ്റിനെ C6 കളിക്കുന്നത്. ഇവിടെ മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള മൂവ് ഇവിടെ നിങ്ങൾ കമ്പ്യൂട്ടറിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പുഷാണ്, പോൺ D4 എന്നുള്ള മൂവാണ്. പക്ഷെ കാൾസിൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ട്രാപ്പിൽ നമ്മൾ സെൻറ്ററിലേക്ക് നേരെ കളിക്കുകയല്ല ചെയ്യണത്. പകരം സൈഡിലെ ഒരു പോണിനെ പുഷ് ചെയ്തിട്ട് ഇവിടെ അങ്ങ് സാക്രിഫൈസ് ചെയ്യുന്നു. അപ്പം എന്തിനാണ് ഇങ്ങനെ ഒരു മൂവ് കളിക്കുന്നത്? ഇങ്ങനെ മൂവ് കളിക്കുന്നത് വളരെ ട്രിക്കിയാണ്. ഈ ഒരു പോൺ വെച്ച് വെട്ടിയെടുക്കാം, ഈ ഒരു നൈറ്റ് വെച്ച് വെട്ടിയെടുക്കാം. അപ്പോൾ വളരെയധികം ട്രിക്ക് നിറഞ്ഞൊരു പൊസിഷനാണ്. അപ്പോൾ ഇവിടെ ബ്ലാക്കിന് ഒരുപാട് നല്ല ഓപ്ഷൻസ് ഒന്നും ഇല്ല. ബ്ലാക്കിന് ഒന്നെങ്കിൽ പോൺ വെച്ച് വെട്ടിയെടുക്കാം, അല്ലെങ്കിൽ നൈറ്റ് വെച്ച് വെട്ടിയെടുക്കാം. രണ്ട് വേരിയേഷനും കണ്ടു നോക്കാം. ഇരു വേരിയേഷനും ഓൾമോസ്റ്റ് സിമിലർ പൊസിഷനിലോട്ടാണ് പോകുന്നത്. നമുക്ക് രണ്ടും കണ്ടു നോക്കാം. ആദ്യത്തെ വേരിയേഷനിൽ പോൺ വെച്ചിട്ട് ഈ ഒരു പോണിനെ വെട്ടിയെടുത്തെന്ന് വിചാരിക്കാം. ഈ ഒരു പൊസിഷനിൽ നിങ്ങൾ ചെയ്യാൻ പോകുന്നത് പോണിനെ D4 പുഷ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ നോക്കുക, കാര്യം ഒരു പോൺ കൊടുത്തെങ്കിലും ഈ വൈറ്റിൻ്റെ ആ സെൻട്രൽ കൺട്രോൾ നോക്കുക. രണ്ട് പോണുകൾ ഇവിടെ സെൻട്രൽ വന്നിട്ടുണ്ട്, നൈറ്റിനെ ഡെവലപ്പ് ചെയ്തു. ഇനി വൈറ്റ് ത്രെട്ടൻ ചെയ്യുന്ന ഒരു ബ്യൂട്ടിഫുൾ ത്രെട്ടാണ് D5. ഈ ഒരു നീക്കം നിങ്ങൾ മൊത്തത്തിൽ ഓർത്ത് വയ്ക്കുക. എപ്പോഴും ഈ ഒരു ഹാൻഡി മൂവാണ്. ഇത് കളിക്കാൻ കിട്ടിയാൽ കളിക്കുക. ഇത് കളിച്ചു കഴിഞ്ഞാൽ ഉദ്ദേശം ഒന്ന്, ഈ നൈറ്റിന് അധികം നല്ല സ്ക്വയർ ഇല്ല. നൈറ്റൊക്കെ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ബിഷപ്പിനും ലോങ് ആയിട്ടുള്ള ഡയഗണലിലേക്ക് കൊണ്ടുവരാം. മറ്റേ ബിഷപ്പും വളരെ ആക്റ്റീവാണ്. അപ്പോൾ ഇങ്ങനൊരു പ്ലാൻ വൈറ്റിനുള്ളത് കൊണ്ട് ഇതിനെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടി ബ്ലാക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അല്ലെങ്കിൽ ഒരുപാട് സെൻട്രൽ കൺട്രോളുമായിട്ടൂടെ വൈറ്റ് ജസ്റ്റ് അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ബ്ലാക്കിന് സ്ട്രോങ് റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ പോൺ D5 ആണ് ഇതിനെ ന്യൂട്രലൈസ് ചെയ്യാൻ. ഇവിടെ എന്താണ് വൈറ്റ് ചെയ്യുന്നത്? ജസ്റ്റ് പോൺ വെച്ച് വെട്ടിയെടുക്കുന്നു. ഇവിടെ മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള മൂവ് ക്യൂൻ വെച്ചിട്ട് ഈ ഒരു പോണിനെ വെട്ടിയെടുക്കുക എന്നുള്ളതാണ്. ഇനി ഓക്കെ, ഇവിടെ ഇങ്ങനെ ഒരു എക്സ്ചേഞ്ച് ഇവിടെ നടന്നു, ഈ ഒരു പൊസിഷനിലോട്ടൊക്കെ എത്തി. ഇനി എങ്ങനെ വൈറ്റിന് ഈ ഒരു അറ്റാക്ക് മുന്നോട്ട് പോകാം? ഒരു പോൺ അവിടെ ആദ്യം കൊടുത്തു. അപ്പോൾ ഇനി എങ്ങനെയാണ് ഈ പൊസിഷൻ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യുക? ഇനി ബിഷപ്പിനെ പുറത്തിറക്കി ക്യാൻസൽ ചെയ്യോ, അതോ വേറെ എന്തെങ്കിലും മൂവ് കളിക്കുമോ? ഇവിടെ കാൾസൺ ആണല്ലോ ഇങ്ങനത്തെ ഒരു ഓപ്പണിംഗ് ട്രാപ്പ് ഇതുപോലെ സജസ്റ്റ് ചെയ്യുന്നത്. കാൾസൺ കളിക്കുന്നത് പോണിനെ C4 കളിക്കുന്നു, ക്യൂനിലേക്ക് അറ്റാക്ക് ചെയ്യണം. അപ്പം നിങ്ങൾക്ക് M% എന്ന് പറഞ്ഞ റൂൾ അറിയാമെങ്കിൽ ഈ ഒരു സ്ട്രക്ചറിൽ ഇവിടുത്തെ മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള ഇങ്ങനെ വെട്ടിയെടുക്കാൻ പറ്റും. M% അറിയാത്തവർക്കായിട്ട് ഞാൻ വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് എൻ്റെ പ്ലേലിസ്റ്റ് നോക്കാവുന്നതാണ്. ഈ ഒരു പൊസിഷനിൽ ക്യൂനിലേക്ക് അറ്റാക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് നല്ല ഓപ്ഷൻസ് ഒന്നും ഇല്ല. ഇപ്പോൾ ഒരു പക്ഷേ ക്യൂവിനെ വേറെ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുവരാൻ നോക്കിക്കഴിഞ്ഞാൽ പോണിനെ D5 കളിച്ച് വീണ്ടും നൈറ്റിനെ ഓടിച്ചു വിടും, ബിഷപ്പും പുറത്തിറങ്ങും, വൈറ്റിന് നല്ല സൂപ്പർ പൊസിഷൻ കിട്ടും. അപ്പം അതുകൊണ്ടാണ് ഈ ഒരു മൂവിനെതിരെ ഇവിടുത്തെ മോസ്റ്റ് പോപ്പുലർ ആയിട്ട് അല്ലെങ്കിൽ മോസ്റ്റ് നാച്ചുറൽ ആയിട്ടുള്ള മൂവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ N% വഴി വെട്ടിയെടുക്കുക. ഇങ്ങനെ വെട്ടിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നൈറ്റ് വെച്ചിട്ട് വെട്ടിയെടുക്കാം. ക്യൂനിലേക്ക് അറ്റാക്കാണ്. അപ്പോൾ ഇവിടെ ക്യൂനിലേക്ക് അറ്റാക്കാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു പൊസിഷൻ ഓർത്ത് വെക്കുക. ഇത് നമ്മൾ ആദ്യം കണ്ട വേരിയേഷനിൽ എന്താണ്, പോൺ വെച്ച് വെട്ടിയെടുത്തു. പോൺ വെച്ച് വെട്ടിയെടുത്തപ്പോഴാണ് ഇങ്ങനെ ഒരു സ്ട്രക്ചറിലേക്ക് വന്നത്. ഇതേ സ്ട്രക്ചറിലോട്ട് നൈറ്റ് വെച്ച് വെട്ടിയെടുത്താലും വരാൻ പറ്റും. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് നമ്മൾ തുടക്കത്തിലേ കണ്ട ആ പൊസിഷൻ. ആദ്യം കണ്ടത് നമ്മൾ എന്താണ്, പോൺ വെച്ച് വെട്ടിയെടുക്കുക എന്നുള്ളതാണ്. ഇനി നൈറ്റ് വെച്ച് വെട്ടിയെടുത്താലോ? നൈറ്റ് വെച്ച് ബ്ലാക്ക് വെട്ടിയെടുത്ത് കഴിഞ്ഞാൽ ഇതേ പൊസിഷനിലോട്ട്, ആദ്യം കണ്ട അതേ പൊസിഷനിലോട്ട് നമുക്ക് പോകാൻ പറ്റും. ഇത് നിങ്ങൾക്ക് ഓർത്തിരിക്കാവുന്നതാണ്. ആദ്യം ഈ പോൺ വെച്ച് ഈ നൈറ്റിനെ അറ്റാക്ക് ചെയ്യും. അപ്പോൾ നൈറ്റിന് മൂവ് ചെയ്യണമല്ലോ. നൈറ്റിന് പോകാൻ നല്ല സ്ക്വയർ, സെൻട്രൽ സ്ക്വയർ ഒന്നുമില്ല, പോൺ ഇവിടെ കൺട്രോളിലാണ്. നൈറ്റ് ഇവിടേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര വീക്കായി പോകും. പ്രത്യേകിച്ച് ഒന്നും ചെയ്യണില്ല, ജസ്റ്റ് ബിഷപ്പ് വെച്ച് വെട്ടിയെടുത്താൽ മതി. ഇവിടെ ഒരു ബാക്ക്വേർഡ് പോൺ സ്ട്രക്ചർ, ഇവിടെ ഒരു ഡബിൾഡ് പോൺസ് ഒക്കെ വരും. അപ്പം അതുകൊണ്ട് നൈറ്റിനെ C6 കളിക്കുകയാണ് ബ്ലാക്ക്. ഇങ്ങനെ കളിച്ചു കഴിഞ്ഞാൽ ഇവിടെ വൈറ്റിന് എന്താണ് കളിക്കാൻ പറ്റുക? പോണിന് D4 കളിക്കാം. ഇനി അടുത്ത മൂവ് ഇതുപോലത്തെ D5 പോലത്തെ ത്രെഡ്സ് ഇവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ബ്ലാക്കിൻ്റെ ഏറ്റവും ബെസ്റ്റ് പ്ലാൻ ഇതുപോലെ വെട്ടിയെടുക്കുക എന്നുള്ളതാണ്. ഇവിടെ തിരിച്ചു വെട്ടിയെടുത്തു. ഇപ്പം നല്ലൊരു സെൻട്രലിലേക്ക്, ഇവിടെ നല്ലൊരു സെൻട്രൽ അറ്റാക്ക് ഇവിടെ വൈറ്റിനുണ്ട്. അടുത്തത് ത്രെട്ടൻ ചെയ്യുന്ന D5 ആണ്. അപ്പം നേരത്തെ കണ്ട സ്ട്രക്ചറിലെ പോലെ തന്നെ ബ്ലാക്കിന് ഇവിടെ D5 കളിക്കണം, അല്ലെങ്കിൽ ഈ പൊസിഷൻ ന്യൂട്രലൈസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പോൾ വൈറ്റിന് പോൺ വെച്ച് ഈ പോണിനെ വെട്ടിയെടുക്കാവുന്നതാണ്. നൈറ്റിനെ ഈ ഒരു പോണിനെ വെച്ച് വെട്ടിയതിന് ശേഷം ഇവിടെ ക്യൂൻ വെച്ചിട്ട് ആ പോണിനെ വെട്ടിയെടുക്കാവുന്നതാണ്. ഇനി
നമ്മൾ നേരത്തെ കണ്ട അതേ പൊസിഷനിലോട്ട് വന്നിരിക്കുകയാണ് നൈറ്റ് C3. നിങ്ങൾ ആദ്യം കണ്ടപ്പോൾ പോൺ വെച്ച് വെട്ടിയെടുത്തപ്പോഴും ഇതേ പൊസിഷനിലോട്ട് വന്നു. ആ പൊസിഷനിൽ N% കളിക്കേണ്ടി വന്നു എന്നേ ഉള്ളൂ. ഈ പൊസിഷനിൽ N% കളിക്കേണ്ടി വന്നില്ല, പക്ഷേ ഇതേ സ്ട്രക്ചർ വന്നു, ക്യൂനിലേക്ക് അറ്റാക്ക് ആയി. ഇനി ഇവിടെ വന്നിട്ട് നമുക്ക് കളി മുന്നോട്ട് പോകാമല്ലോ. ഇപ്പോൾ ക്യൂനിലേക്കാണ് അറ്റാക്ക്. അപ്പോൾ ഇവിടെ എന്താണ് ചെയ്യുക? ഈ ഒരു ക്യൂൻ എവിടെ പോകും? പുറകോട്ട് പോകുന്ന അത്ര നല്ല ഐഡിയ അല്ല. മോസ്റ്റ് പോപ്പുലർ ആയിട്ട് ഇവിടെ കളിച്ചു വരുന്നൊരു മൂവാണ് ക്യൂനിനെ ഇവിടെ A5 കളിക്കുക. ഉദ്ദേശം ഈ ഒരു നൈറ്റിലേക്ക് അറ്റാക്കാണ്. നൈറ്റിനെ വെട്ടിയെടുത്ത് ചെക്ക് കൊടുക്കുക. അപ്പോൾ ഈ ഒരു പോണിനെ പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ഈ നൈറ്റിനെ ഓടിച്ചു വിട്ട് ഇപ്പം നേരിട്ട് ഇങ്ങനെ കളിച്ചു കഴിഞ്ഞാൽ കുഴപ്പം, നേരെ ഈ ഒരു നൈറ്റിനെ വെട്ടിയെടുക്കും, ചെക്കുമാണ്. അപ്പോൾ ആ ഒരു ത്രെട്ട് ഇവിടെ ഇല്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, വിത്ത് ചെക്കാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു മൂവ് കളിച്ചു കഴിയുമ്പോൾ എങ്ങനെയാണ് വൈറ്റ് റെസ്പോണ്ട് ചെയ്യേണ്ടത്? വൈറ്റ് D5 കളിക്കുമെന്നാണ് ഇവിടെ ബ്ലാക്ക് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇവിടെ വൈറ്റ് കളിക്കുന്നത് ഒരു റൂക്ക് B1 പറഞ്ഞ മൂവാണ്. ഭയങ്കര ട്രിക്കി ആയിട്ടുള്ള മൂവാണ്. ഇവിടെയുള്ള നൈറ്റിനെ വെറുതെ വെച്ചു കൊടുത്തിരിക്കണം. എന്താണ് എൻ്റെ ഉദ്ദേശം? ഇതുകൊണ്ട് ഇപ്പോൾ എന്താ പ്രത്യേകിച്ച് കാര്യം? ഈ നൈറ്റ് വെറുതെ പോകില്ലേ? ഈ നൈറ്റിനെ വന്നിട്ട് ബ്ലാക്ക് വെട്ടിയെടുത്ത് കഴിഞ്ഞാൽ വിത്ത് ചെക്കാണ്, ശരിയാണ്. ഇങ്ങനെ ഒരു ചെക്ക് കളിച്ചു കഴിഞ്ഞാൽ നമ്മൾ ബ്ലോക്ക് ചെയ്യും. എന്ത് വെച്ച്? ബിഷപ്പ് വെച്ച് ബ്ലോക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ ബിഷപ്പ് ഇത്രയും ഡയഗണലിൽ കൺട്രോൾ ചെയ്യുന്നു, മറ്റേ ബിഷപ്പ് ഇത്രയും ഡയഗണലിൽ കൺട്രോൾ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ബ്ലാക്കിൻ്റെ ഓപ്ഷൻസ് ഭയങ്കര ലിമിറ്റഡ് ആണ്. ക്യൂവിന് ഇവിടേക്ക് പോകാൻ പറ്റില്ല, ഇവിടെ ബിഷപ്പ് ഉണ്ട്. ക്യൂവിന് ഇവിടേക്ക് വരാൻ പറ്റില്ല, റൂക്ക് ഉണ്ട്. ഈ ഡയഗണലിൽ ഒന്നും തന്നെ നിൽക്കാൻ പറ്റില്ല, ഈ ഒരു പ്രശ്നമുള്ളതുകൊണ്ട്. അപ്പോൾ ഈ ഡയഗണലും പ്രശ്നമാണ്. അപ്പോൾ ആകെ കളിക്കാവുന്ന ഒരു മൂന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യൂവിനെ A3 കളിക്കുക. ഇങ്ങനെ കളിക്കുക എന്നുള്ളതാണ് ഇവിടെ ആകെ ചെയ്യാൻ പറ്റുക. ഇങ്ങനെ കളിക്കുമ്പോൾ വൈറ്റ് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? വൈറ്റിന് ഇതുപോലെ ബിഷപ്പിനെ ഇവിടേക്ക് കൊണ്ടുവരണമെന്നുണ്ട്. പക്ഷേ ഈ നൈറ്റ് ഇവിടെ ഉള്ളതുകൊണ്ട് അത് നടക്കുന്നില്ല. ഇവിടെ പോണിനെ ഫൈനൽ D5 പുഷ് ചെയ്ത് ഈ നൈറ്റിനെ ഹരാസ് ചെയ്യാവുന്നതാണ്. ഇനി ഈ നൈറ്റ് എവിടെ പോകും? നൈറ്റിന് ഇവിടേക്ക് വരാൻ പറ്റില്ല, ഈ നൈറ്റ് ഉള്ളതുകൊണ്ട്. ഇവിടേക്ക് വരാൻ പറ്റില്ല, വെറുതെ ഫ്രീ ആയിട്ടുള്ള പീസായിട്ട് പോകും. അപ്പോൾ ഇനി വേറെ എവിടെയെങ്കിലും കളിച്ചു കഴിഞ്ഞാലും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇവിടേക്ക് കളിച്ചു കഴിഞ്ഞാൽ നൈറ്റ് B4 ത്രെട്ട് അതുപോലെ തന്നെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു നൈറ്റിനെ സേവ് ചെയ്യാൻ വേണ്ടി നൈറ്റിനെ ഇവിടെ പുറകോട്ട് കളിച്ചു, നൈറ്റിനെ B8 കളിച്ചു. ഓക്കെ, ശരിയാണ്. നൈറ്റ് ഇവിടെ തിരികെ പോയി, ഇങ്ങനെ ഒരു മൂവ് കളിച്ചു. ഇനി ഞാൻ ത്രെട്ടൻ ചെയ്യുന്നത് എന്താണ്? ബിഷപ്പിനെ ഇവിടേക്ക് കളിച്ചിട്ട് ഈ ഒരു ക്യൂവിനെ ട്രാപ്പാക്കാൻ നോക്കാം. പക്ഷേ ഇവിടുത്തെ പ്രശ്നം, ഇപ്പം നേരിട്ട് ഇത് കളിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഈ പോൺ അൺപ്രൊട്ടക്റ്റഡ് ആണ്. ആ പോണിനെ വെറുതെ വെട്ടിയെടുക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇവിടുത്തെ ഈ ഒരു മൂവിന്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യം പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ക്യൂവിനെ C2 കളിച്ചിട്ടാണ്. ഇപ്പോൾ ഈ പോണിനെ ഡിഫെൻഡ് ചെയ്തിരിക്കുകയാണ്. ഇനി ഞാൻ ത്രെട്ടൻ ചെയ്യുന്നത് എന്താണ്? ഇനി ബിഷപ്പിനെ B4 കളിച്ചു കഴിഞ്ഞാൽ ക്യൂവിന് ഏകദേശം ട്രാപ്പായി. വേറൊരു മൂവിലേക്ക് ഇവിടെ കളി മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ ബ്ലാക്കിന് ഒരുപാട് ചോയ്സുകളൊന്നുമില്ല. ഞാൻ ഇവിടെ ത്രെട്ടൻ ചെയ്യാൻ പോകുന്നത് എന്താണ്? ബിഷപ്പിനെ B4 കൊണ്ടുവരിക, ട്രാപ്പ് ചെയ്യുക. അപ്പോൾ അതിനെതിരെ ഇവിടെ ബ്ലാക്കിന് പ്രത്യേകിച്ച് ഐഡിയാസ് ഒന്നും തന്നെ ഇല്ല. ക്യൂവിന് ഇവിടേക്ക് പോകാൻ പറ്റില്ല, ഇവിടേക്ക് പോകാൻ പറ്റില്ല, ഇവിടേക്ക് പോകാൻ പറ്റില്ല, ഇവിടെ ഒന്നും തന്നെ നിൽക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നെ എന്താ ചെയ്യുന്നത്? ഇങ്ങനെ ഒരു മൂവ് കളിച്ചതിന് രണ്ട് ഉദ്ദേശമുണ്ട്. ക്യൂവിന് ഇവിടേക്ക് കളിച്ചോടെ ഒന്ന് ഇതുപോലത്തെ ഒരു ട്രാപ്പ് സെറ്റ് ചെയ്യുക. നിങ്ങൾ കണ്ടോ ഇല്ലയോ എന്നറിയില്ല, ഈ ക്യൂവിന് ഇവിടെ കളിച്ചതോടെ ഈ ബിഷപ്പിലേക്കും ഒരേ സമയം അറ്റാക്ക്. ക്യൂവിനെ രക്ഷിക്കാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ ക്യൂവിനെ ഇവിടെ രക്ഷിക്കാനുള്ള അത്ര നല്ല ഐഡിയാസ് ഒന്നും ഇല്ല. ഒരുപക്ഷെ ക്യൂവിനെ ഇവിടേക്ക് കളിക്കാന്നൊക്കെ മാത്രമേ ഉള്ളൂ. അവിടെ എന്തായാലും ഈ ബിഷപ്പ് പോകുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ വിത്ത് ചെക്ക് മേറ്റ് ആണ് വരുന്നത്. ഇപ്പോൾ ഒരുപക്ഷെ നൈറ്റ് F6 പോലത്തെ മൂവ് കളിച്ചു കഴിഞ്ഞാൽ വിത്ത് ചെക്ക് മേറ്റ് ഇവിടെ കളിയിലേക്ക് വരും. അപ്പം അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് ഇവിടെ. അപ്പം അതുകൊണ്ട് സാധാ പോലത്തെ മൂവ്സ് ഒന്നും ഇവിടെ നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ബ്ലാക്കിന് കളിച്ച് നോക്കാവുന്ന ഒരു ഐഡിയ ആണ് ബിഷപ്പിനെ D7 കളിക്കുക. ഇതിൻ്റെ ഐഡിയ വ്യക്തമാണ്. ഇനി ഞാനിവിടെ ബിഷപ്പിനെ B4 കളിച്ചു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. ഇങ്ങനെ കളിച്ചു കഴിഞ്ഞാൽ എനിക്ക് ക്യൂവിനെ ഇവിടേക്ക് കൊണ്ടുവരാം. ഇപ്പോൾ ബിഷപ്പിൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ട്. ഇതാണ് ഇവിടെ ബ്ലാക്കിന് പ്ലാൻ ചെയ്യാവുന്ന ബെസ്റ്റ് ഐഡിയ. അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ ചിന്തിച്ച് നോക്കാവുന്നതാണ് ഇവിടെ ബ്ലാക്കിന്. അപ്പോൾ ആ ഒരു ഐഡിയയിൽ ഇപ്പോൾ ഇവിടേക്ക് കളിച്ചു നോക്കിയാൽ ഓക്കെ, ഞാനിനി ഇങ്ങനെ കളിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇങ്ങനെ കളിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആ ക്യൂവിനെ ഇവിടേക്ക് വന്ന് കളിയിലേക്ക് മുന്നോട്ട് പോകാൻ പറ്റും. പക്ഷേ ഇവിടെ വൈറ്റിന് ഇതിനും മനോഹരമായ ഒരു ബ്യൂട്ടിഫുൾ നീക്കമുണ്ട്.
ക്യൂൺ ട്രാപ്പ് ആക്കിയില്ലെങ്കിൽ ഞാനൊരു ചെക്ക് മേറ്റിലോട്ട് പോവാണ്. ഇതാണ് വൈറ്റ് കളിക്കുന്നത്. ബിഷപ്പിനെ B5 കളിക്കുക. ട്രസ്റ്റ് മീ, ഇതൊരു ഡെഡ്ലി മൂവാണ്. അപ്പോൾ ഇങ്ങനെ ഒരു മൂവിനെതിരെ ഇവിടെ ബ്ലാക്ക് എന്ത് തന്നെ കളിച്ചിട്ടും കാര്യമില്ല. ആദ്യം ശ്രദ്ധിക്കേണ്ടത് ബിഷപ്പിനെ വെട്ടിയെടുത്ത് കഴിഞ്ഞാൽ ചെക്ക് മേറ്റ് സംഭവിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നേരെ ബിഷപ്പിന് നേരെ വെറുതെ ഇട്ട് വെട്ടിയെടുക്കാൻ പറ്റില്ല. ഞാനിവിടെ എന്താണ് തെറ്റം ചെയ്യുന്നത്, ഇവിടെ വരിക, ഈ ഒരു ക്യൂവിനെ ട്രാപ്പ് ആക്കുക. ഓക്കെ, ഇനി ക്യൂനെങ്ങാനും ഓടി രക്ഷപ്പെടാൻ നോക്കിയാലോ. ക്യൂൻ ഇവിടേക്ക് വന്നു, തൽക്കാലമുള്ള എൻ്റെ അറ്റാക്കൊക്കെ കഴിഞ്ഞു. ഇവിടെ നിങ്ങൾക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് എങ്ങനെ ഫിനിഷ് ചെയ്യാൻ പറ്റുക കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? ക്യൂൻ ഇവിടേക്ക് വരുന്നു, ഒരു ബ്യൂട്ടിഫുൾ ചെക്ക്മേറ്റ്. ഇതെങ്ങനെയാണ് ചെക്ക്മേറ്റ് ആവുന്നത്? ബിഷപ്പ് വെച്ച് ക്യൂവിനെ വെട്ടിക്കൂടെ? വെട്ടാൻ പറ്റില്ല, ചെക്കാണ്. അപ്പോൾ ഒരു മനോഹരമായിട്ടുള്ള ഒരു ചെക്ക്മേറ്റ് ഇവിടെ സംഭവിക്കും. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഇവിടെ വൈറ്റിൻ്റെ സ്ട്രക്ചർ തന്നെ നിങ്ങൾ നോക്കുക. ഇവിടെ വൈറ്റിൻ്റെ സ്ട്രക്ചർ വളരെയധികം ആക്റ്റീവാണ്. ബ്ലാക്കിൻ്റെ പീസുകളൊന്നും തന്നെ പുറത്തിറങ്ങിയിട്ടില്ല. ഇവിടെ നൈറ്റ് പുറത്തിറങ്ങിയിട്ടില്ല, ബിഷപ്പ് പുറങ്ങിയിട്ടില്ല, ക്യാൻസൽ ചെയ്തിട്ടില്ല. കുറച്ച് പോണുകൾ ഇവിടെ സാക്രിഫൈസ് ചെയ്തോടെ, ബലി കൊടുത്തതോടെ ബ്ലാക്കിൻ്റെ ഫുൾ കോൺസെൻട്രേഷൻ ഇവിടേക്ക് പോയി. അപ്പോൾ അതോടെ കാൾസന്റെ ഈ ഒരു ബ്യൂട്ടിഫുൾ ട്രാപ്പിൽ പെട്ടെന്ന് പീസുകളെല്ലാം ഡെവലപ്പ് ചെയ്തിട്ട് ഒരു ബ്യൂട്ടിഫുൾ അറ്റാക്ക് കിട്ടി. അപ്പോൾ ഈ ഒരു ട്രാപ്പ് നിങ്ങൾക്ക് എങ്ങനെ തോന്നി നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ഗെയിംസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം, അടുത്ത വീഡിയോയിൽ കാണാം.